ഗോള് യഥാർത്ഥ ഗോളാവണമെങ്കിൽ, അച്ചീവബിൾ ആയിട്ടുള്ള ഗോളായി മാറണമെങ്കിൽ, അത് ബിസിനസ്സിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ, എന്തൊക്കെയാണ് അതിനെ കോറായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഇപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി ഒന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി നമ്മൾ ലെവണക്സ് കമ്പനിയിൽ ഇപ്പോൾ ഞാൻ ആ ഒരു 90 ഡേയ്സിന് ശേഷം നമ്മളൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് വളരെ സക്സസ്ഫുള്ളി ആ ലെവണക്സ് കമ്പനി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ 100+ കമ്പനീസിൽ വളരെ വലിയ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റിസൾട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് അവരുടെ ഫൈനാൻഷ്യൽസിൽ തന്നെയാണ്. ഫൈനാൻഷ്യൽസിൻ്റെ അകത്ത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു പ്രോസസ്സിനെ എടുക്കാൻ ധൈര്യപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. ലെവണക്സ് 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ അജയ് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അജയ് തന്നെയായിരിക്കും അതിൻ്റെ ടോട്ടൽ ബ്രെയിനായിട്ട് പലപ്പോഴും, പ്രത്യേകിച്ച് MSME സെക്ടറിൽ ഉണ്ടാവുക. അവിടെ നിന്ന് നമ്മൾ ടീമിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക്, ടീം ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്ന ലെവലിലേക്ക് അത് മാറേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അതിനെ കൊണ്ടുപോകണം നമുക്ക്. അജയ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ ലെവണക്സ് 3D നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് 3D എന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ, ഡേറ്റ, ഡിസിപ്ലിൻ, ഈ 3 മതി ബിസിനസ്സിൽ. ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാം.